നിങ്ങൾ ആദരിക്കുന്ന പ്രൗഢമായ ഈ വേദിയിലെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. أيها الحفل الكريم، سيتم الآن تكريم حفاظ القرآن الكريم والذين تخرجوا من حلقات دار الأرقم لتحفيظ القرآن الكريم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആൻ ഹിഫ്ള് പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ തക്രീമിന്റെ അഥവാ അവരെ ആദരിക്കുന്ന സെഷനിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ ഇന്നിന്റെ സാഹചര്യം നാം ഏവർക്കും ബോധ്യമുള്ളതാണ്. വളരെയധികം കലുഷിതമായ വിദ്യാലയങ്ങളും വിദ്യാർത്ഥി കൂട്ടങ്ങളും രക്ഷിതാക്കളുടെ മനസ്സമാധാനം തകർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വിദ്യ നുകരേണ്ടതിന് പകരം വിദ്യാർത്ഥികളുടെയും ലഹരിയുടെ മൊത്തക്കച്ചവടക്കാരായും ലാഭക്കച്ചവടക്കാരുമായും ഒക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും വിശുദ്ധ ഖുർആനിനെ നെഞ്ചേറ്റുന്ന, വിശുദ്ധ ഖുർആനിനെ പഠിക്കുന്ന, മനനം ചെയ്യുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഉണ്ടായി വരിക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഒരു അനുഗ്രഹമായി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി തന്നെയാണ്. മതനിരാസത്തിലേക്കും അക്രമങ്ങളിലേക്കും തോന്നിയവാസങ്ങളിലേക്കും ഒക്കെ വിദ്യാർത്ഥികൾ പോകുമ്പോൾ, ജീവിതത്തിലെ വ്യത്യസ്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ആളുകൾ പോകുന്ന സമയത്ത് യഥാർത്ഥമായ പരിഹാരം ഇസ്ലാമിലേക്ക് മടങ്ങലാണ്, വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങലാണ് എന്ന തിരിച്ചറിവാണ് ഇതിൽ നിന്നുള്ള ഒരു സുരക്ഷയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ. വ്യത്യസ്തങ്ങളായ ആദർശങ്ങൾ ഉണ്ടെങ്കിലും, വ്യത്യസ്തങ്ങളായ ദർശനങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും ഉത്തമമായതിലേക്കാണ് വിശുദ്ധ ഖുർആൻ നിങ്ങളെ നയിക്കുന്നത്. ആ വിശുദ്ധ ഖുർആനെ സ്വീകരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പരലോകത്ത് വിജയം ഉണ്ടാകുമെന്ന സന്തോഷ വാർത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അൽഹംദുലില്ലാഹ് ദാറുൽ അർഖമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിശുദ്ധ ഖുർആനിന്റെ പഠന മേഖലയിൽ കൃത്യമായ നേതൃത്വം നൽകി വരാൻ സാധിക്കുന്നത്. നിലവിൽ ഇതുവരെ 33 കുട്ടികൾ ഹിഫ്ള് പഠനം ദാറുൽ അർഖമിന്റെ ഹിഫ്ള് വിഭാഗത്തിൽ നിന്നും പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് തുടർന്ന് 80 കുട്ടികളോളം ഹിഫ്ള് പഠനം അത് തുടർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വലിയ ഒരു അനുഗ്രഹമായി നമ്മൾ കാണുകയാണ്. അതോടൊപ്പം സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഒരു വലിയ പ്രചോദനമാണ്. ഖുർആനിനെ സ്നേഹിക്കുന്നവർക്ക്, നെഞ്ചേറ്റുന്നവർക്ക് ഒരു വലിയ സന്തോഷത്തിന്റെ അവസരമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകാര്യ അമലുകളായി സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മൾ നിയത്ത് നന്നാക്കി കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഇതിന്റെ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്നെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ ആളുകളെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു തക്രീമിന്റെ സെഷനിലേക്ക് എത്തിയിട്ടുള്ള പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ എല്ലാവരെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ഒരു തക്രീമിന്റെ സെഷനിൽ പങ്കെടുക്കുന്ന 11 ഹാഫിളുകളാണ് നമുക്കുള്ളത്. അതോടൊപ്പം ഹിഫ്ള് പൂർത്തീകരിച്ച 11 കുട്ടികളും, അതോടൊപ്പം ഹിഫ്ള് പൂർത്തീകരണത്തിന് ശേഷം 10 ദൗറയും 10 ദൗറയ്ക്ക് ശേഷം ഒറ്റയിരുത്തത്തിൽ ഖുർആൻ മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ പൂർത്തിയാക്കി ഒറ്റയിരുത്തത്തിൽ തന്നെ പൂർത്തിയാക്കുകയും ചെയ്ത 3 വിദ്യാർത്ഥികളെയുമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്നത്. അവരുടെ പരിശ്രമങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അനുഗ്രഹങ്ങളും ബറക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും തുടർന്നുള്ള ജീവിതത്തിൽ വിശുദ്ധ ഖുർആനിനെ നെഞ്ചേറ്റാനും അതനുസരിച്ചുകൊണ്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈറ. തക്രീം സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഹാഫിളീങ്ങൾക്ക് ഉപഹാരം നൽകുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ PN അബ്ദുൽ ലത്തീഫ് മദനി അവர்களാണ്. സാദരം സ്വാഗതം ചെയ്യുന്നു. الحافظ ابن فيصل شهبان الحافظ ابن فيصل شهبان بن فيصل തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം സ്വദേശിയായ ഫൈസൽ സുമയ്യ ദമ്പതികളുടെ പുത്രൻ. 2022 ദാറുൽ അർഖമിലെ ഇസ്ലാമിക് ഹിഫ്ള് സ്കൂളിൽ ചേരുകയും 1 വർഷവും 5 മാസവും കൊണ്ട് ഖുർആൻ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. ഉസ്താദ് സുഹൈബ് അൽ കാശിഫിയുടെ കീഴിലാണ് ഖുർആൻ പഠനം പൂർത്തിയാക്കിയത്. الحافظ أبو بكر الصديق بن نشاب തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല സ്വദേശിയായ നിഷാദ് ബഷീർ നസ്ല ദമ്പതികളുടെ പുത്രൻ. 2021 ദാറുൽ അർഖമിലെ ഇസ്ലാമിക് ഹിഫ്ള് സ്കൂളിൽ ചേരുകയും 2 വർഷം കൊണ്ട് ഖുർആൻ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. ഉസ്താദ് അൽ ഹാഫിദ് മുഹമ്മദ് ഷാ അൽ ഹിക്കമിയുടെ കീഴിലാണ് ഖുർആൻ പഠനം പൂർത്തിയാക്കിയത്. അൽ ഹാഫിദ് മുഹമ്മദ് ആദിൽ എം തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം സ്വദേശിയായ മുഹമ്മദ് ഷംനാദ് സുനില ബീഗം ദമ്പതികളുടെ മകൻ. 2022 ദാറുൽ അർഖം ഇസ്ലാമിക് ഹിഫ്ള് സ്കൂളിൽ ചേരുകയും 2 വർഷം കൊണ്ട് ഉസ്താദ് അൽ ഹാഫിദ് ഷുഹൈബ് അൽ കാശിഫിയുടെ കീഴിൽ ഹിഫ്ള് പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. അൽ ഹാഫിദ് മുഹമ്മദ് ഹാരിസ് ബിൻ നിസാം തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര സ്വദേശിയായ നിസാം സജിന ദമ്പതികളുടെ പുത്രൻ. 2022 ദാറുൽ അർഖമിലെ ഇസ്ലാമിക് ഹിഫ്ള് സ്കൂളിൽ ചേരുകയും 1 വർഷവും 9 മാസവും കൊണ്ട് ഖുർആൻ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. ഹാഫിദ് മുജാഹിദുൽ ഇസ്ലാം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി സ്വദേശിയായ അനീഷ് സുമയ്യ ദമ്പതികളുടെ മകൻ. 2022 ദാറുൽ അർഖം ഹിഫ്ള് ക്യാമ്പസിൽ പഠനം ആരംഭിച്ച മുജാഹിദ് 2 വർഷം കൊണ്ട് ഹിഫ്ള് പൂർത്തീകരിച്ചു. അൽ ഹാഫിദ് മുഹമ്മദ് ആദിൽ എസ് കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ സ്വദേശിയായ ഷെരീഖ് റസീന ദമ്പതികളുടെ പുത്രൻ. 2019 ദാറുൽ അർഖം ഇസ്ലാമിക് ഹിഫ്ള് സ്കൂളിൽ ചേരുകയും 5 വർഷം കൊണ്ട് ഉസ്താദ് അൽ ഹാഫിദ് അബ്ദുർ റാസിഖ് സ്വലാഹിയുടെ കീഴിൽ ഹിഫ്ള് പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. അൽ ഹാഫിദ് ആദിൽ അദീഫ് ബിൻ നിസാമുദ്ദീൻ തിരുവനന്തപുരം ജില്ലയിലെ ചുള്ളിമാനൂർ സ്വദേശിയായ നിസാമുദ്ദീൻ സമീന ദമ്പതികളുടെ പുത്രൻ. 2022 ദാറുൽ അർഖമിലെ ഇസ്ലാമിക് ഹിഫ്ള് സ്കൂളിൽ ചേരുകയും 2 വർഷവും 5 മാസവും കൊണ്ട് ഖുർആൻ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. ഉസ്താദ് അൽ ഹാഫിദ് സുഹൈബ് അൽ കാശിഫിയുടെ കീഴിലാണ് ഖുർആൻ പഠനം പൂർത്തിയാക്കിയത്. അൽ ഹാഫിദ് മുഹമ്മദ് ആസിം ബിൻ ജബ്സൻ മലപ്പുറം ജില്ലയിലെ പൊന്നാനി സ്വദേശിയായ
ജഫ്സൽ നസീബ ദമ്പതികളുടെ പുത്രൻ. 2023 ദാറുൽ അർഖമിലെ ഇസ്ലാമിക് ഹിഫ്ദ് സ്കൂളിൽ ചേരുകയും 1 വർഷവും 9 മാസവും കൊണ്ട് ഖുർആൻ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. ഉസ്താദ് സുഹൈഖ് അൽ കാശിഫിയുടെ കീഴിലാണ് ഖുർആൻ പഠനം പൂർത്തിയാക്കിയത്. അൽ ഹാഫിദ് അഹ്മദ് ഹാദി മിർസ, തിരുവനന്തപുരം ജില്ലയിലെ വർക്കല സ്വദേശിയായ മിർസ ഷാഹിന ദമ്പതികളുടെ പുത്രൻ. 2020 ദാറുൽ അർഖമിലെ ഇസ്ലാമിക് ഹിഫ്ദ് സ്കൂളിൽ ചേരുകയും 4 വർഷം കൊണ്ട് ഖുർആൻ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഉസ്താദ് ഹാഫിദ് സുഹൈഖ് അൽ കാശിഫിയുടെ കീഴിലാണ് ഖുർആൻ പഠനം പൂർത്തിയാക്കിയത്. അൽ ഹാഫിദ് മുഹമ്മദ് ആദിൽ ബിൻ മുഹമ്മദ് ഹാഷിർ, തിരുവനന്തപുരം ജില്ലയിലെ കനിയാപുരം സ്വദേശിയായ മുഹമ്മദ് ഹാഷിർ സെബീജ ദമ്പതികളുടെ പുത്രൻ. 2021 ദാറുൽ അർഖമിലെ ഇസ്ലാമിക് ഹിഫ്ദ് സ്കൂളിൽ ചേരുകയും 3 വർഷവും 3 മാസവും കൊണ്ട് ഖുർആൻ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. ഉസ്താദ് അൽ ഹാഫിദ് മുഹമ്മദ് ഷാഹി കമിയുടെ കീഴിലാണ് ഖുർആൻ പഠനം പൂർത്തിയാക്കിയത്. അൽ ഹാഫിദ് അഹ്മദ് ഹംദാൻ മിർസ, തിരുവനന്തപുരം ജില്ലയിലെ വർക്കല സ്വദേശിയായ മിർസ ഷാഹിന ദമ്പതികളുടെ പുത്രൻ. 2021 ദാറുൽ അർഖമിലെ ഇസ്ലാമിക് ഹിഫ്ദ് സ്കൂളിൽ ചേരുകയും 3 വർഷവും 5 മാസവും കൊണ്ട് ഖുർആൻ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഉസ്താദ് അൽ ഹാഫിദ് മുഹമ്മദ് ഷാ അൽ ഹിക്കമിയുടെ കീഴിലാണ് ഖുർആൻ പഠനം പൂർത്തിയാക്കിയത്. അടുത്തതായി ദാറുൽ അർഖമിൽ നിന്ന് ഷഹാദ നൽകുന്ന വിദ്യാർത്ഥികളെയാണ് ക്ഷണിക്കുന്നത്. ദാറുൽ അർഖമിൽ ഹിഫ്ദ് പഠനം പൂർത്തിയാക്കുകയും 10 ദൗറകൾ പൂർത്തീകരിച്ച് അബദ്ധങ്ങളില്ലാതെ തെറ്റുകളില്ലാതെ ഒരു തവണ പൂർണ്ണമായി ഉസ്താദിന്റെ കീഴിൽ പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കുകയും ചെയ്ത വിദ്യാർത്ഥികളെ അവരുടെ ഷഹാദ കൈപ്പറ്റുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അൽ ഹാഫിദ് അസിൽ ഷാ യെസ്, കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ സ്വദേശിയായ ഷാജഹാൻ റബീന ദമ്പതികളുടെ പുത്രൻ. 2021 ദാറുൽ അർഖം ഇസ്ലാമിക് ഹിഫ്ദ് സ്കൂളിൽ ചേരുകയും 1.5 വർഷം കൊണ്ട് ഉസ്താദ് സുഹൈഖ് അൽ കാശിഫിയുടെ കീഴിൽ ഹിഫ്ദ് പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. അൽ ഹാഫിദ് അബ്ദുള്ള, കൊല്ലം ജില്ലയിലെ അഞ്ചൽ സ്വദേശിയായ സൈനുൽ ആബിദീൻ ഷെഫീന ദമ്പതികളുടെ പുത്രൻ. 2019 ദാറുൽ അർഖം ഇസ്ലാമിക് ഹിഫ്ദ് സ്കൂളിൽ ചേരുകയും 4 വർഷം കൊണ്ട് ഉസ്താദ് അൽ ഹാഫിദ് മുഹമ്മദ് ജസീമിന്റെ കീഴിൽ ഹിഫ്ദ് പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. അൽ ഹാഫിദ് ഫാദിൽ മുഹമ്മദ് എസ് എ, തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചൽ സ്വദേശിയായ അംജദ് സോഫിയ ദമ്പതികളുടെ പുത്രൻ. 2021 ദാറുൽ അർഖം ഇസ്ലാമിക് ഹിഫ്ദ് സ്കൂളിൽ ചേരുകയും 2 വർഷം കൊണ്ട് ഉസ്താദ് അൽ ഹാഫിദ് അബ്ദുർ റാസിഖ് സ്വലാഹിയുടെ കീഴിൽ ഹിഫ്ദ് പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. അടുത്തതായി ഇവരെ ഈ നിലയ്ക്ക് പ്രാപ്തരാക്കിയ അധ്യാപകരെ ആദരിക്കുന്ന രംഗമാണ്. അടുത്തതായി അവരെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി അബ്ദുർ റാസിഖ് സ്വലാഹി. മുഹമ്മദ് ഷാ അൽ ഹക്കമി, സുഹൈഖ് അൽ കാശിഫി, അടുത്തതായി പേരൻസിനുള്ള ഉപഹാരമാണ്. പേര് വിളിക്കുന്നവർക്ക് രക്ഷിതാക്കൾ സ്റ്റേജിൽ വന്ന് അതിനെ പറ്റേണ്ടതാണ്. ഇബ്നു ഫൈസൽ ഷഹബാൻ,
സിദ്ദീഖ്, ആദിൽ എം, ഹാരിസ്, മുജാഹിദുൽ ഇസ്ലാം, മുഹമ്മദ് ആദിൽ എസ്, ആദിൽ അദീഫ്, ആസിം പിയുടെ പേരൻസിന്റെ അഭാവത്തിൽ ഉസ്താദ് സുഹൈൽ അൽ കാശിഫി ഏറ്റുവാങ്ങുന്നു. അഹമ്മദ് ഹാദി, അഹമ്മദ് ഹംദാൻ 2 ഹാഫിളീങ്ങളുടെ പിതാവാണ്. ആദിൽ എം എസ്, അടുത്തതായി നമ്മോട് സംവദിക്കുവാൻ ദാറുൽ അർഖം ഹിഫ്ള് ക്യാമ്പസിന്റെ ജോഡി ബഹുമാനനായ അബ്ദുൾ റാസിഖ് സലാഹിയെ ക്ഷണിക്കുന്നു.